അനുശ്രീ സ്റ്റാർ സിംഗറിൽ വന്ന അനുശ്രീനെയാണ് എല്ലാവർക്കും അറിയുന്നത്. ഇനി അറിയാൻ ആഗ്രഹമുള്ള കുറെ കാര്യങ്ങളുണ്ട് എല്ലാവർക്കും. ശരിക്കും ഈ പാട്ട് എപ്പോഴാണ് കൂടെ കൂടിയത്? റേഡിയോയിൽ പാട്ട് വെക്കുന്ന സമയത്ത് ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാൻ അപ്പം നിർത്തും. നമ്മൾ LP സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു സാറാണ് പ്രയറിനും അങ്ങനെയൊക്കെ കയറ്റും. കുട്ടി പാടും തോന്നുന്നു അച്ഛനും അമ്മേൻ്റെ അടുത്തും പറയും. എനിക്ക് പാട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള സമയം കുറഞ്ഞു പോകും. സ്റ്റാർ സിംഗർ വേദിയിലേക്ക് എത്തിയത് എങ്ങനെയാണ്? ടീച്ചറാണ് ഇങ്ങനെ ഓഡീഷന് പങ്കെടുത്ത് നോക്കൂ എന്ന് പറഞ്ഞത്. ചിത്രാമ്മേനെ ആദ്യമായിട്ട് കാണുന്നത് എവിടെ വെച്ചാ? ഈ ഫ്ലോറിൽ വന്നതിന് ഫ്ലോറിൽ ശേഷം. വെച്ചാ? അതെ, ഇതൊക്കെ നമ്മുടെ ഡ്രീം അല്ലേ? പിന്നെ എനിക്ക് ഫസ്റ്റ് ചിത്രാമ്മയുടെ എൻട്രി ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒരു വയലറ്റ് സാരി കൊടുത്ത് ചിത്രാമ്മ ദും 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 പാടിയിട്ടായിരുന്നു എൻട്രി. എന്റെ ഫസ്റ്റ് പേര് വിളിച്ച് പാട്ടിലൂടെ കേൾക്കുന്ന ശബ്ദത്തിൽ എന്റെ പേര് കേൾക്കാന്ന്. ഇത് കഴിഞ്ഞിട്ടാണ് ചിത്രാമ്മ അടുത്തേക്ക് പോകുന്നത്. ചിത്രാമ്മയൊക്കെ ദൂരെ നിന്ന് കണ്ടാൽ മതി എന്ന് ആഗ്രഹിച്ചിരുന്നതാണ്. ഒരു ദിവസം പറഞ്ഞിരുന്നു ഞങ്ങൾ ഫ്ലോറിൽ വെച്ച്, നിങ്ങളൊക്കെ ഞാൻ ഇടയ്ക്ക് സ്വപ്നം കാണാറുണ്ട് കേട്ടോ. ഒപ്പനപ്പാട്ടൊക്കെ അറിയോ? കൊളവയിലാണ് എന്റെ ഒരു പള്ളിയുണ്ട്. അവിടെ എല്ലാ പ്രാവശ്യവും അവിടുത്തെ ഓർക്കസ്ട്ര സപ്പോർട്ട് ചെയ്യുന്ന ചേട്ടന്മാര് അവരൊക്കെ ആയിട്ട് നല്ല കണക്ഷൻ അല്ലായിരുന്നു. നമ്മൾ ഫ്ലോറിൽ നിന്ന് അവരെ നോക്കുമ്പോഴും അവര് സപ്പോർട്ട് ചെയ്യും. ഫിനാലെയും കൂടി കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ അവിടെ നിന്ന് പിരിയുമ്പോ എനിക്ക് അവരൊക്കെ മിസ് ചെയ്യുന്നില്ല. അത്രയും പ്രാർത്ഥിക്കുന്ന അച്ഛനും അമ്മയൊക്കെ ഉണ്ട്, അനീത്തിയുണ്ട്. എന്റെ അനിയത്തിന്റെ കൂടെ ആണെങ്കിലും ഇപ്പൊ ഞാൻ ചെറുതാകുമ്പോ ഞാൻ പറഞ്ഞില്ലേ കലോത്സവത്തിന് പോകും. ഇവരുടെ പണിയെല്ലാം നിർത്തി ഞങ്ങളെ കൂടെ വരും. ജാനിയമ്മയുടെ ഒരു പാട്ട് ഓർക്കസ്ട്രയില് ലൈവായിട്ട് ഇങ്ങനെ ഇത്രയും ഒരു ഫീല് രക്ഷയില്ല. കാരണം വയനാട്ടിൽ ഒരു അപകടം ഉണ്ടായിരുന്ന ആദ്യം കേക്ക് പരിചയമുള്ള ആരെങ്കിലും ആ ഒരു അപകടത്തിൽ പെട്ടിട്ടുണ്ടോ? അങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ പോയി. കുറെ ആളുകൾ രാത്രി കിടന്നുറങ്ങി എണീക്കുന്ന സമയത്തൊരു നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പൊ അതെ, വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഞാനിപ്പോ ഈ ഫ്ലോറിലിരിക്കുന്നത്. കാരണം എന്റെ കൂടെ ഇരിക്കുന്നത് ഇപ്പൊ ആരാന്നറിയാമോ? നമ്മുടെ സ്റ്റാർ സിംഗർ സീസൺ 9 ഒരു മത്സരാർത്ഥിയായിട്ട് വന്ന് അവസാനം ടോപ്പ് 6 എത്തിയ നമ്മളെല്ലാവരും നെഞ്ചിലെത്തിയ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കലാകാരി അനുശ്രീയാണ്. അനുശ്രീ, വെൽക്കം ടു അവർ ഷോ. നമസ്കാരം. അപ്പൊ എന്തായാലും അനുശ്രീ, വളരെ വളരെ സന്തോഷമുണ്ട്. കാരണം നമുക്ക് ആ ഇതിപ്പോ ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും അഭിപ്രായങ്ങൾ പറയുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഒരാളാണ് അനുശ്രീ. ഒരുപാട് പേര് ഇപ്പൊ ഞാൻ ഇന്ന് അനുശ്രീനെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി പോവുകയെന്ന് ഞാൻ ഇങ്ങനെ നമ്മുടെ ഫ്രണ്ട്സിനോടും ഫാമിലിയിലൊക്കെ പറയുമ്പോൾ എല്ലാവരും പറഞ്ഞിട്ട് ഞങ്ങളുടെയൊക്കെ അന്വേഷണം പറയണം. അപ്പൊ എല്ലാവരും അന്വേഷിച്ചു ഞാൻ ആദ്യമേ പറയുന്നത്. അതെ, ഇത് അനുശ്രീ അന്വേഷണം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് തുടങ്ങണതിന് മുമ്പേ എനിക്ക് അനുശ്രീയുടെ പാടാം വനമാലി എന്ന് പറയുന്ന സോങ്ങില് അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഹമ്മിങ്ങില് അത് നമുക്ക് അതിൽ നിന്നൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഉണ്ണിക്കണ്ണാവായോ ഊഞ്ഞാലാടാൻ വായോ അമ്മയ്ക്കോരും മണി കൊണ്ടുവായോ പീലിത്തേരോ മുടി മാടിത്തരാമുണ്ണി കോലക്കുഴലുതി പാടിത്തായോ ആലോലം താലോലം താരാട്ടാം ഞാൻ നിന്നെ ആനന്ദ ശ്രീകൃഷ്ണ ഓടിവായോ. എന്റെ പൊന്നെ, ഞാൻ ഈ പാട്ട് ഇത് ഞാനൊരു ഒരു 10-12 പ്രാവശ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേട്ടിട്ടുണ്ടാവും. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഏതായാലും അതുകൊണ്ട് ഞാൻ സ്റ്റാർട്ടിങ് അധികം നേരം തുടങ്ങി. എന്തായാലും അനുശ്രീ, നമുക്ക് ഇപ്പൊ അനുശ്രീ സ്റ്റാർ സിംഗറിൽ വന്ന അനുശ്രീനെയാണ് എല്ലാവർക്കും അറിയുന്നത്. ഇനി അറിയാൻ ആഗ്രഹമുള്ള കുറെ കാര്യങ്ങളുണ്ട് എല്ലാവർക്കും. ശരിക്കും ഈ പാട്ട് എപ്പോഴാണ് കൂടെ കൂടിയത്? ഞാൻ ഒരു 4th വരെ പഠിക്കുന്ന സമയത്ത് നമ്മൾ LP സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു സാറാണ് പ്രയറിനും അങ്ങനെയൊക്കെ കയറ്റും. അങ്ങനെ കയറി പാടിയ സമയത്ത് ഈ സാറാണ് ഈ കുട്ടി പാടും തോന്നുന്നു അച്ഛനും അമ്മേൻ്റെ അടുത്തും പറയും. 4th പഠിക്കുന്നു. അതിന് മുന്നേ കുഞ്ഞാകുമ്പോഴേ ഞാൻ പാട്ട് കേട്ടിട്ട് ഇങ്ങനെ ചില പാട്ടുകൾ കേൾക്കുമ്പോൾ ഉറക്കത്തിൽ ചിരിക്കും. അങ്ങനെയൊക്കെ അമ്മ പറയാറുണ്ട്. എനിക്ക് പണ്ട് ഇടി പേടിയായിരുന്നു, ഇടി വെട്ടുന്ന ശബ്ദം. അപ്പൊ ഈ റേഡിയോയിൽ പാട്ട് വെക്കുന്ന സമയത്ത് ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാൻ അപ്പം നിർത്തും ഈ പാട്ട് കേട്ടിട്ട്. അങ്ങനെ അമ്മ പറഞ്ഞു തന്നതിന്റെ ഒരു ഓർമ്മയുണ്ട്. ശബ്ദത്തെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഭയങ്കരമായിട്ട്. ആ
പേടി മാറ്റാൻ വേണ്ടിട്ട് പാട്ട് വെക്കും. ആ. അപ്പൊ ഞാൻ അത് കേട്ടിരുന്നോളും, എനിക്ക് പിന്നെ കരയാനുള്ള ഒരു പ്രശ്നമില്ല. ഓക്കെ ഓക്കെ. അങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ. പിന്നെ ഈ സാറാണ്, ഒരു ബെന്നി സാർ ഉണ്ടായിരുന്നു. ബെന്നി സാറേ കേൾക്കണം. അതെ, സാറാണ് പാട്ട് പഠിപ്പിക്കണം എന്ന് അച്ഛനോടും അമ്മയോടും പറയുന്നു. അത് കഴിഞ്ഞ് ഞാൻ 6th ശരിക്കും പാട്ട് പഠിച്ചു തുടങ്ങി. ആദ്യം ഒന്ന് തുടങ്ങി, പിന്നെ അത് ബ്രേക്കായി. പിന്നെ 6th റോസാൻസ് ടീച്ചറുടെ അടുത്താണ് പഠിച്ചു തുടങ്ങുന്നത്. ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് ശരിക്കും മ്യൂസിക് തന്നെ ഫുൾ ടൈം കൂടെ വേണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള ആളാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോ BA മ്യൂസിക് എടുത്തിട്ടുള്ളത്. ഇപ്പൊ MA മ്യൂസിക്കിന് പഠിക്കുന്നു. അങ്ങനെ എനിക്ക് പാട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള സമയം കുറഞ്ഞു പോവോ, ബാക്കി സബ്ജക്റ്റ് എടുത്താ അങ്ങനെ പേടിയുള്ളത് കൊണ്ട് എങ്ങനെ മ്യൂസിക് പഠിക്കാൻ തീരുമാനിച്ചു. ഓക്കെ. എന്തായാലും ആദ്യമായിട്ട് ബെന്നി സാറിനോട് വലിയൊരു താങ്ക്സ് പറയണേ. ഇങ്ങനെ ഒരു കലാകാരിനെ ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടു നിർത്താൻ ഒരു പ്രചോദനം നൽകിയത് അല്ലേ? എന്തായാലും സാറെ കണ്ടായിരുന്നോ? പിന്നെ കോണ്ടാക്ട് ഒക്കെ ഉണ്ട്. ഉണ്ട്. ഓക്കെ. ആദ്യമായിട്ട് പാടിയ വേദി ഏതാന്ന് പറഞ്ഞിട്ടോ? ഞാൻ അവിടെ ഉള്ള ഒരു പള്ളിയിൽ, ഞാൻ കൊളവയിലാണ് എന്റെ വീട്. ഒരു പള്ളി ഉണ്ട് അവിടെ. എല്ലാ പ്രാവശ്യവും പള്ളി പെരുന്നാൾ വരുന്ന സമയത്ത് അവിടെയുള്ള എല്ലാ ആൾക്കാരും വന്ന് പരിപാടികളൊക്കെ നടക്കാറുണ്ട്. അപ്പൊ ഞാൻ അവിടെയാണ് ആദ്യമായിട്ട് പാടുന്നത്, സത്യനായക എന്ന് പറഞ്ഞ പാട്ട്. ആ പാട്ട് പാടി കഴിഞ്ഞിട്ട് അവിടുത്തെ അങ്കിൾമാരൊക്കെ എനിക്കൊരു ക്യാഷ് പ്രൈസ് തന്നിട്ടുണ്ടായിരുന്നു. എത്ര വയസ്സിലാ? അതെനിക്ക് ഞാൻ 4ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത്. 3ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത്. അതെ. അപ്പൊ എനിക്ക് ക്യാഷ് പ്രൈസ് ഒക്കെ തന്ന ഓർമ്മയുണ്ട്. അതാണ് ഫസ്റ്റ് ഗിഫ്റ്റ് എനിക്ക്. ആ പാട്ടൊന്ന് പാടാൻ പറ്റുമോ? ഓക്കെ. സത്യനായക മുക്തിദായക പുൽത്തൊഴുത്തിൻ ഉലകമായ സ്നേഹഗായക ശ്രീശുനായക സത്യനായക മുക്തിദായക പുൽത്തൊഴുത്തിൻ പുളകമായ സ്നേഹഗായക ശ്രീശുനായക. ഇതിന് ക്യാഷ് പ്രൈസ് കിട്ടിയില്ലെങ്കിലേ അതിശയുള്ളൂ. ഏതായാലും അനുശ്രീ പാടുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, ഇപ്പൊ നമ്മള് പാട്ട് പാടും ശരിക്കും അതിലങ്ങ് ഈ സംഗീതത്തിൽ ലയിച്ചു തരാന്നൊക്കെ പറയൂലേ, ഭയങ്കര ആ എക്സ്പ്രഷനൊക്കെ നമ്മൾ കാണുമ്പോൾ ദൈവമേ നമുക്ക് അതിന്റെ ഡെപ്ത് മനസ്സിലാവും, എത്രത്തോളം ആഴത്തിലാണ് ആ പാട്ട് ഇങ്ങനെ ഇറങ്ങി പാടുന്നത്. ഓക്കെ. അവിടെ നിന്നാണ് ഇപ്പൊ നമ്മള് പള്ളിയിൽ നിന്നാണ് നമ്മള് ഫസ്റ്റ്. ഏതായിരുന്നു ആ പള്ളി? നാട്ടില് കൊളവയിൽ സെന്റ് ജോർജ്. കൊളവയിൽ സെന്റ് ജോർജ് പള്ളിയിൽ നിന്നാണ് അനുശ്രീയുടെ ഫസ്റ്റ് സ്റ്റേ ചെയ്തത്. ഓക്കെ. എന്നിട്ട് അവിടുന്ന് പിന്നെ 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 സ്കൂളിലും പരിപാടികളിലൊക്കെ ആയിട്ട് ഇങ്ങനെ കലോത്സവം അങ്ങനെയൊക്കെ പോയി തുടങ്ങി. പിന്നെ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ആദ്യം കർണാട്ടിക് മ്യൂസിക്കിന് മത്സരിക്കുന്നു. അതെനിക്ക് ഫസ്റ്റ് കിട്ടുന്നുണ്ടായിരുന്നു. ജില്ല വരെ പോയി, അവിടെ നിന്ന് ഫസ്റ്റ് കിട്ടി. പിന്നെ അങ്ങനെ പോന്നു. +1 സ്റ്റേറ്റ് കലോത്സവത്തിന് പോയിണ്ടായിരുന്നു. അപ്പോൾ 3 ഉറുദു ഗസൽ, കഥകളി സംഗീതം, ലൈറ്റ് മ്യൂസിക്, പിന്നെ ഒപ്പനയ്ക്ക് പാടാനും പോയിട്ടുണ്ടായിരുന്നു. അത് അതിനുവേണ്ടി പഠിച്ചതാ, ആ ഒരു കലോത്സവത്തിന് വേണ്ടി മാത്രം പഠിച്ചതാ. അങ്ങനെ പോയി. അതിന് 4നും ഫസ്റ്റ് ഉണ്ടായിരുന്നു ഒരു പ്രാവശ്യം. നമ്മുടെ ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ ഇതുപോലെ ആ ടൈമിലൊക്കെ നമ്മുടെ ഇപ്പൊ സ്റ്റാർ സിംഗർ ഒക്കെ സീസൺ 1 തൊട്ട് ഇങ്ങനെ നമ്മുടെ ടിവിയിലുണ്ടല്ലോ. അപ്പൊ ആ ടൈമിലൊക്കെ ഫോളോ അപ്പ് ചെയ്യാറുണ്ടായിരുന്നു? സ്റ്റാർ സിംഗർ ഒക്കെ കാണാറുണ്ടായിരുന്നു? ഞാൻ റിയാലിറ്റി ഷോ ഏതെങ്കിലും ചാനലൊക്കെ ഉണ്ടെങ്കിൽ കാണുന്ന ആളാ. ഇതെല്ലാ റിയാലിറ്റി ഷോയിലും എനിക്ക് ഞാൻ കാണാൻ പറ്റുന്ന ഒക്കെ കാണുന്ന ആളാ. അത് ആഗ്രഹം ഉണ്ടായിരുന്നു, ഇങ്ങനെ പാടണം, ഇങ്ങനെ ഇത്ര വലിയ പ്ലാറ്റ്ഫോമിൽ പാടണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. ഓക്കെ. ആ ടൈമില് ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചിരുന്നു? ഞാൻ ഒരിക്കൽ അവിടുത്തെ എനിക്കൊരു ടാർഗറ്റ് ഉണ്ടായിരുന്നു, എനിക്ക് എന്തെങ്കിലും ആ വേദിയിലൊന്ന് വരണം ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ഇങ്ങനെ പാടുന്നൊന്നും ഇങ്ങനെ എക്സ്പെക്ട് ചെയ്തില്ല. ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു മനസ്സിൽ. മുന്നേ ഒരു വേറെ ഷോയിൽ ഉണ്ടായിരുന്നു, ഒരു സൂപ്പർ 4 എന്ന് പറഞ്ഞ ഒരു ഷോയിൽ ഉണ്ടായിരുന്നു. അത് അപ്പൊ ഇങ്ങനെ അത് കഴിഞ്ഞാലും ആൾക്കാര് സ്റ്റാർ സിംഗറിലൊക്കെ പാടിയിട്ടുണ്ടോ അങ്ങനെയാണല്ലോ ചോദ്യം വരിക. അത് അത്രയും പോപ്പുലർ ആയിട്ടുള്ള ഷോ ആയതുകൊണ്ട് പാടെന്ന് പറഞ്ഞാൽ സ്റ്റാർ സിംഗറിലൊക്കെ പാടിയിട്ടുണ്ടോ മോളെന്നാ ചോദിക്കുക. അപ്പൊ എനിക്ക് സ്റ്റാർ സിംഗറിൽ പാടണം എന്നുള്ളത് ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ നമുക്ക് എപ്പോഴും നമ്മുടെ കൂടെ, നമ്മുടെ വളർച്ചയ്ക്ക് ഇപ്പൊ ഒരു സാറിന്റെ പേര് പറഞ്ഞു, നമ്മുടെ ഫാമിലി ഉണ്ട്, നമ്മുടെ വളർച്ചയ്ക്ക് കുറച്ച് ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടാവും എപ്പോഴും. അതില് ഇതുപോലെ തന്നെ ഈ വളർച്ചയിൽ സന്തോഷിക്കുന്ന ഒരു കൂട്ടുകാരിയുടെ പേര് പറഞ്ഞു? കുറെ പേരുണ്ടാവും,
കുറെ പേരുണ്ടാവും. എന്നാലും നമ്മുടെ കൂടെ എന്തുണ്ടെങ്കിലും പെട്ടെന്ന് ഞാനിങ്ങനെ പറയും കൊറേ പേര് വേണ്ട, ഒരാളുടെ പേരായിട്ട് പറയുന്നില്ല. വേണ്ട, അവിടെ പ്രശ്നമാവും അവിടെ. ഓക്കെ, ഞാനൊരു ഇന്റർവ്യൂ കൂടെ ഒരു വിഷയം ഉണ്ടാകില്ല. ഓക്കെ, എന്നാലും കുറെ കൂട്ടുകാരികളൊക്കെ ഉണ്ട്. പിന്നെ എല്ലാവരും വിളിച്ചിട്ട് നമുക്ക് എവിടെയെങ്കിലും ഡൗൺ ആവണമെങ്കിൽ അവരെ വിളിച്ച് സപ്പോർട്ട്. ഇപ്പോഴും കോളേജിലും ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അന്ന് ലൈവ് നടന്ന സമയത്ത് എല്ലാരും വരുന്നുണ്ടായിരുന്നു, കാണാനൊക്കെ വരും. ഈ തെറ്റ് നമ്മുടെ ഭാഗത്തു നിന്ന് പറ്റുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് വിളിച്ച് ചൂണ്ടിക്കാണിക്കുന്ന ആൾക്കാരില്ലേ, നീ അത് ചെയ്തതല്ല, ഇതാണ് കറക്റ്റ്, ഇതാണ് കറക്റ്റ് എന്ന് അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഇഷ്ടംപോലെ. അതും ഒരാളുടെ പേര് പറയാൻ പറ്റില്ലായിരിക്കും, കുറെ പേരുണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു എന്താ പറയാ, ഒരു വലിയൊരു നല്ല ഒരു എന്താ പറയാ ഫ്രണ്ട് സർക്കിൾ നമ്മുടെ ചുറ്റുമുണ്ട്. പിന്നെ ഉറപ്പായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അവർക്ക് എല്ലാവർക്കും എന്റെ ഒരു ഹായ് ഇട്ടോ. കാരണം ഇവരുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു എനർജിയും ഇതൊക്കെ ആയിട്ട് ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത്. ഇനി അടുത്ത ലക്ഷ്യം എന്താണ്? എനിക്ക് മ്യൂസിക് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനിപ്പോ. അത് കഴിഞ്ഞ പഠിക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എനിക്ക് ലൈഫ് ലോങ് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കണം മ്യൂസിക്. അതായത് കർണാട്ടിക് മാത്രമല്ല, ഹിന്ദുസ്ഥാനി, അങ്ങനെ പല പല ജോണേഴ്സ് പഠിക്കണം. പിന്നെ സ്റ്റേജ് ഷോസ് ചെയ്യണം, അങ്ങനെയൊക്കെയാണ്. ഓക്കെ, ഈ സ്റ്റാർ സിംഗർ വേദിയിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു? എൻ്റെ ടീച്ചറാണ് പറഞ്ഞത്, മ്യൂസിക് ടീച്ചറാണ് ഇങ്ങനെ ഓഡീഷന് പങ്കെടുത്ത് നോക്കൂ എന്ന് പറഞ്ഞത്. അപ്പൊ ഫസ്റ്റ് ഓഡീഷൻ ടീച്ചറുടെ പേര് റോസ് ഹാൻസ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ ഫസ്റ്റ് ഓഡീഷൻ കോഴിക്കോടായിരുന്നു. അവിടുന്ന് പിന്നെ 2 ഓഡീഷൻ എറണാകുളം. പിന്നെയുള്ള എറണാകുളത്ത് നിന്ന് ലാസ്റ്റ് ഫൈനൽ ഓഡീഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കോള് വന്നു, സെലക്ഷൻ കിട്ടി എന്നുള്ളത്. ഞാൻ അങ്ങനെ സ്റ്റാർ സിംഗറിൽ പാടാൻ പോവാണോ എന്നിങ്ങനെ ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് 32 പേരെ സെലക്ട് ചെയ്തിരുന്നു. അതിന്ന് 16 പേരെ വെച്ചിട്ടാണ് ഷോ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഒരു മെഗാ ഓഡിഷൻ ഫ്ലോറിൽ വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഗ്രാൻഡ് ഓഡിഷൻ. അപ്പോൾ അതിൽ ഞാൻ എന്താവും അറിയില്ല, കാരണം 32 പേര് നന്നായിട്ട് പാടിയിരുന്നു. അപ്പൊ ഞാൻ അതിന്ന് സെലക്ഷൻ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ അന്ന് ആ ഒരു ഫ്ലോറില് അപ്പൊ ജഡ്ജിങ് പാനലിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? അന്ന് ചിത്രാമ്മ, വിധിച്ചേട്ടൻ, സിത്താര ചേച്ചി, കീരവാണി സാർ ഉണ്ടായിരുന്നു, അന്ന് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മമത ചേച്ചി. ഈ നമ്മുടെ ചിത്രാമ്മേനെ ആദ്യമായിട്ട് കാണുന്നത് എവിടെ വെച്ചാ? ഈ ഫ്ലോറിൽ വന്നതിന്. അതെ, ഇതൊക്കെ നമ്മുടെ ഡ്രീം അല്ലേ. പിന്നെ എനിക്ക് ഫസ്റ്റ് ചിത്രാമ്മയുടെ എൻട്രി ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒരു വയലറ്റ് സാരി എടുത്ത് ചിത്രാമ്മ ദും 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 പാടിയിട്ടായിരുന്നു എൻട്രി ഓഡീഷന്റെ സമയത്ത്, ആ ഫ്ലോർ ഓഡീഷന്റെ സമയത്ത്. ആ എൻട്രി ഇപ്പോഴും മനസ്സിലുണ്ട്. എന്നെ ഫസ്റ്റ് പേര് വിളിച്ചത്, നമ്മൾ കേൾക്കുന്ന പാട്ടിലൂടെ കേൾക്കുന്ന ശബ്ദത്തിൽ എന്റെ പേര് കേൾക്കാന്ന് പറയുന്നത് വലിയ സംഭവല്ലേ. ചെറുപ്പം മുതലേ കേൾക്കുന്നല്ലേ ഈ ശബ്ദം. ശരിക്കും ഇപ്പോ സ്റ്റാർ സിംഗർ ഇതിലേക്ക് സെലക്ട് ആയി എന്ന് പറയാൻ കോള് വരുമ്പോ ആ ടൈമിൽ എവിടെയായിരുന്നു? ഞാൻ ഹോസ്റ്റലിലായിരുന്നു. ഹോസ്റ്റലിൽ ഇങ്ങനെ എന്തോ എക്സാമിന് എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ കോള് വന്ന് അനുശ്രീ സെലക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ ഞാനതെല്ലാം മടക്കി വെച്ച് വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു. അവിടുന്ന് ഭയങ്കര സന്തോഷമായി. ഫ്രണ്ട്സിനെ വിളിച്ചു പറഞ്ഞു. ശരി ശരി. ഇപ്പൊ നമുക്ക് സെലക്ഷൻ കിട്ടി, നമുക്ക് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ ഓഡിഷൻ ലാസ്റ്റ് ഒരു ഫൈനൽ സെലക്ഷൻ ഉണ്ടായിരുന്നില്ല, ആ 32 അത്രയും മെമ്പേഴ്സിൽ നിന്ന് 16 വരെ സെലക്ട് ചെയ്തത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഒരു യാത്ര ഒരു വലിയ യാത്ര തന്നെയാണ്. ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയേക്കുന്ന ഒരു യാത്രയാണ്. അവിടെ നിന്ന് പഠിച്ചേക്കുന്ന ഏറ്റവും നല്ല പാഠങ്ങൾ എന്തൊക്കെയാണ്? അവിടുത്തെ ഓരോ സമയവും നമുക്ക് പഠിക്കാനുള്ളത് തന്നെയായിരുന്നു. ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്നാണെങ്കിലും, മെൻറ്റേഴ്സിൻ്റെ അടുത്ത് നിന്നാണെങ്കിലും, ജഡ്ജസിൻ്റെ അടുത്ത് നിന്നാണെങ്കിലും. എനിക്ക് ഫസ്റ്റ് പെർഫോമൻസ് ഓർമ്മയുണ്ട്, ആരോ പാടുന്നത് വരെ. അത് പാടിക്കഴിഞ്ഞിട്ട് ചിത്രാമ്മൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് എനിക്കിങ്ങനെ ഓർമ്മയുണ്ട്, ഇത്ര കുറച്ച് ദൂരമുള്ളൂ, പക്ഷെ എന്താ എത്താത്തേന്ന് ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുക. അമ്മ പറഞ്ഞായിരുന്നു അതിങ്ങനെ ഒരു വേദിയിൽ. അതെ, അത് ഏത് പാട്ടായിരുന്നു? ആരോ പാടുന്നത് വരെ. ഒന്ന് പാടാമോ? ഓക്കെ. ആരോ പാടുന്നതുവരെ ആത്മാവിൽ നോവുള്ള പോലെ ഈറൻമുളം തണ്ടിൽ നിശ്വാസമോടെ പ്രാണന്റെ സംഗീതം ചേരുന്ന പോലെ ഓർമ്മ വന്നൊരുമ്മ തന്ന പോലെ ആരോ പാടുന്നതുവരെ. ഇത് കഴിഞ്ഞിട്ടാണ് ചിത്രമ്മ അടുത്തേക്ക് വന്നത്. പെർഫോമൻസ് ഓഫ് ദി ഡേ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു അത്. അപ്പോഴാണ് ചിത്രാമ്മ ഫ്ലോറിലേക്ക് വരുന്നത്. ഞാനിങ്ങനെ ചിത്രാമ്മ എന്താ ഇവിടേക്ക് എത്താത്തേ എന്നുള്ളൊരു സാധനം എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു.
ഞാൻ ഇത്രയും വലിയ ഗ്രൂമിംഗ് ഒന്നും കണ്ടിട്ടില്ല. 10 മെന്റേഴ്സാണ് നിന്ന് നമുക്ക് ഗ്രൂമിങ് ചെയ്യുന്നത്. ഓ നമുക്ക് ഒരു ടീച്ചറും ഉണ്ടാവും, കൂടെ 10 പേരുടെ മുന്നിൽ നമ്മൾ പാടും. അപ്പോൾ ഇവരുടെ 10 ടീച്ചേഴ്സും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് എല്ലാ കാര്യങ്ങളും നമുക്കിങ്ങനെ പറഞ്ഞു തരും. അപ്പോൾ ഓരോ സമയം അവിടെ നിന്ന് പഠിക്കാനുള്ളതാണ്. ഫ്രണ്ട്സിൻ്റെ ഇടയിലാണെങ്കിലും അവരും ഇങ്ങനെ പറഞ്ഞു, നീ ഇങ്ങനെ പാടി നോക്കൂ അപ്പോൾ ശരിയാവും. അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഓരോ പാട്ടിലും അങ്ങനെ ഓരോന്ന് പഠിക്കാനുണ്ടായിരുന്നു ഓരോ സമയത്തും. ഓരോ പാഠങ്ങളായിരുന്നു. അതെ, ആ പാട്ട് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് വർത്താനം പറയുമ്പോഴും പാട്ടിനെ പറ്റിയായിരിക്കും കൂടുതൽ സംസാരിക്കാം. അപ്പോഴും ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. അവരുടെ എക്സ്പീരിയൻസ് ഒന്നും നമുക്ക് ഷെയർ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ സപ്പോർട്ടിങ് പാനലായിരുന്നു അല്ലേ? ഇപ്പൊ വിധുവേട്ടനാണെങ്കിലും വിധുവേട്ടനൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടല്ലോ, ഭയങ്കര തമാശയൊക്കെ പറഞ്ഞ് നമുക്ക് ടെൻഷൻ കുറെയൊക്കെ മാറ്റി തരുമല്ലോ. ആ ഫ്ലോർ മൊത്തം നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ്. സർഗോ സാർ ആണെങ്കിലും സാറും എല്ലാവരെയും ഭയങ്കര കംഫർട്ടബിൾ ആക്കുന്ന ഒരാളാണ്. ജഡ്ജസിനെ ആണെങ്കിലും നമ്മളെ ആണെങ്കിലും നമുക്ക് അവിടുന്ന് ഒരു പ്രഷർ ഇങ്ങനെ ചെയ്യണം അങ്ങനെയുള്ള ഒരു സംഭവം ഇല്ല. നമ്മൾ ഭയങ്കര ഫ്രീ ആണ്. ഈ നമ്മൾ ഇങ്ങനത്തെ വേദിയിൽ ഇപ്പൊ പലരും ചിലപ്പോൾ അറിയാതെ വിട്ടുപോകുന്ന ഒരു കാര്യങ്ങളായിരിക്കും അവിടുത്തെ ഓർക്കസ്ട്ര സപ്പോർട്ട് ചെയ്യുന്ന ചേട്ടന്മാർ. അവരൊക്കെ ആയിട്ട് നല്ല കണക്ഷൻ അല്ലായിരുന്നു എല്ലാവരുമായിട്ടും. അതിൽ ആരൊക്കെയാണ് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് സപ്പോർട്ട് എല്ലാവരും മിസ് ചെയ്യും. അതെ, അവര് ഗ്രൂമിങ് സമയത്ത് നമ്മള് ഫസ്റ്റ് ഡേ മെന്റേഴ്സിന്റെ അടുത്ത് മാത്രം, ബാക്കി എല്ലാ ദിവസവും മെന്റേഴ്സിന്റെ കൂടെ പാടുന്നുണ്ടെങ്കിലും സെക്കൻഡ് ഡേ തൊട്ട് അവരും വരും, ഓർക്കസ്ട്രയിലെ എല്ലാ ടീമും വരും. അപ്പൊ പിന്നെ അവരുടെ കൂടെ അവരും ഹെൽപ്പ് ചെയ്യും നമ്മളെ. നന്നായിട്ട് ചെയ്യുമെന്ന് പറഞ്ഞു നമ്മൾ ഫ്ലോറിൽ നിന്ന് അവരെ നോക്കുമ്പോഴും അവർ സപ്പോർട്ട് ചെയ്യും. അതായത് നമ്മൾ ആരെങ്കിലും നോക്കിയാൽ അവര് നന്നാവുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ മുഖത്തുനിന്ന് അവര് നമ്മൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് നമുക്ക് മനസ്സിലാവും, അറിയാൻ പറ്റും നമ്മൾ ഇങ്ങനെ ഏത് ലെവലിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ ഓർക്കസ്ട്ര ചേട്ടന്മാര്. അത് നമ്മൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ശ്രദ്ധിക്കും. കാരണം ഒരുപാട് ഇത്രയും നന്നായിട്ടൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു പാട്ട് ഇത്രയും നന്നായിട്ട് പാടി തീരുമ്പോൾ അവരുടെ എഫേർട്ടും അതിൽ ഭയങ്കരമാണ്. കാരണം നിങ്ങളുടെ കട്ടയ്ക്ക് കൂടെ നിൽക്കണ്ടേ. അപ്പൊ ഇങ്ങനെ അപ്പൊ അവരെല്ലാവരും നല്ല രീതിയിൽ തന്നെ നിൽക്കുന്ന കുറെ ചേട്ടന്മാരാണല്ലേ. അപ്പൊ എന്തായാലും അവർക്കും ഒരുപാട് താങ്ക്സ് ഇരിക്കട്ടെ. ഇനിയിപ്പോ പിന്നെ ഇപ്പൊ ഈ സ്റ്റാർ സിംഗർ വേദിയിൽ ഇപ്പൊ ഇതുപോലെ തുടങ്ങി ഫൈനൽ സ്റ്റേജിലേക്ക് എത്താറാവുമ്പോഴത്തേക്കും ഇപ്പൊ നമ്മുടെ കൂടെയുള്ള ഓരോരുത്തരും നമ്മുടെ അടുത്ത് നിന്ന് പയ്യെ പോകാൻ തുടങ്ങും. കാരണം താൽക്കാലികമായിട്ടാണ് ആ ഫ്ലോറിൽ നിന്ന് അത് അങ്ങനെയാണ് ഇറങ്ങേണ്ടി വരും. അപ്പൊ നമുക്ക് ഭയങ്കര വിഷമമൊക്കെ ഉണ്ടാവാറില്ലേ? ഉണ്ടാവല്ലോ. നമ്മള് ഒരുമിച്ച് നമ്മളിതിന്റെ ഇടയ്ക്ക് ഹോം ടൂർ ഒക്കെ നടത്തിയിരുന്നു. അപ്പം വേറെ ഷോയിലുള്ളതിനേക്കാളും നമ്മളങ്ങനെ ഓരോ കുട്ടിയുടെ വീട്ടിൽ പോകുന്നതെന്നുള്ളതല്ലാണ്ട് ഈ ഫുൾ ടീം ഒരു വീട്ടിലേക്ക് പോവാം. അപ്പൊ ആ സമയത്ത് അവിടുത്തെ യാത്രകളും അങ്ങനെ നമ്മൾ ഓരോ ദിവസം കൂടുതൽ കണക്ട് ആയിട്ട് വരികയായിരുന്നു. അപ്പൊ എന്തായാലും വിഷമം ഉണ്ടാവും ഒരു സമയമാകുമ്പോ. അത് ഷോന്റെ ഭാഗമാണ്, പക്ഷെ എന്നാലും നമുക്ക് ഭയങ്കര വിഷമമാവും. ഇപ്പൊ ഫ്ലോറിൽ നിന്ന് ഇറങ്ങിയാലും നിങ്ങൾ ആ കോണ്ടാക്ട് ഇങ്ങനെ അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും എല്ലാവരുമായിട്ടും. അതെ ശരിക്കും നമ്മൾ കാണാറുണ്ട് ഭയങ്കരമായിട്ട് എല്ലാവരും വിഷമിച്ച് നിൽക്കുന്നതൊക്കെ. അപ്പൊ നമുക്ക് മനസ്സിലാവും, കാരണം നമ്മളും ഈ പ്രോഗ്രാം ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്യുന്നതല്ലേ. അപ്പൊ നിങ്ങളുടെ ആ ബോണ്ടിങ് നമ്മളും കാണുന്നതാണ് ഭയങ്കരമായിട്ട്. ഇപ്പൊ ഈ പറയുന്ന ഹോം ടൂറും ഇതെല്ലാം കഴിഞ്ഞ് വലിയൊരു ഫാമിലി ആയി മാറിയിരിക്കുകയാണ്. ഇപ്പൊ ഈ ഫിനാലെയും കൂടി കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ അവിടെ നിന്ന് പിരിയുമ്പോ ശരിക്കും അവരൊക്കെ മിസ് ചെയ്യുന്നില്ലേ? മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഫിനാലെ ലാസ്റ്റ് പെർഫോമൻസ് കഴിഞ്ഞപ്പോൾ ഈ ഇത് കഴിയാൻ പോവാണല്ലോ എന്ന് ഞങ്ങൾ ഫ്ലോറിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു. ശരിക്കും ഭയങ്കര വിഷമമായി എല്ലാവരും. സ്റ്റാർ സിംഗറിന് വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു സ്റ്റാർ സിംഗറിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കണ്ടുമുട്ടുന്ന ഒരു സമയമുണ്ടല്ലോ, അത് ഇനി നമ്മൾ ഉണ്ടാക്കണ്ടല്ലോ. ഇപ്പം നമ്മളിത് ഒരു ലൈഫിൻ്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുക. ഒരു ഷെഡ്യൂൾ കഴിഞ്ഞ് അടുത്ത ഷെഡ്യൂളിലേക്ക് വെയിറ്റ് ചെയ്യുക. ഷെഡ്യൂൾ വരുന്ന സമയത്ത് ഗ്രൂമിങ് സമയമൊക്കെ എന്തായാലും കുറേ മിസ് ചെയ്യും. പിന്നെ ഓരോ ഷെഡ്യൂളും ചിത്രാമ്മ നമ്മളെ പാട്ട് കേൾക്കുന്നു, വിധുചേട്ടൻ, സിത്താര ചേച്ചി, മെന്റേഴ്സ് നമ്മളെ കറക്റ്റ് ചെയ്യുന്നു. അപ്പൊ അതൊക്കെ ശരിക്കും മിസ് ചെയ്യും. ഇനി ഇപ്പോ നമ്മളെ ഈ ഫൈനൽ ഡേ ഈ കഴിഞ്ഞ ദിവസം അഡ്ലക്സിൽ വെച്ച് ആ പരിപാടി നടത്തണം. രാവിലെ എപ്പോഴാണ് എഴുന്നേറ്റ്? ഞാൻ നേരത്തെ എണീറ്റും തോന്നുന്നു. അന്ന് രാവിലെ വരണ്ടായിരുന്നു. 5:30 എണീറ്റാണ്. അന്ന് കോളൊക്കെ എടുത്തായിരുന്നു എല്ലാരും വിളിച്ച്? അന്നല്ലേ ഏറ്റവും കൂടുതൽ കോള് വരാൻ സാധ്യതയല്ലേ? ഡയറക്റ്റ് പാടി വിഷയത്തൊക്കെ അന്ന് എല്ലാവരുടെയും കോളൊക്കെ എടുക്കാൻ പറ്റിയായിരുന്നു? രാവിലെ ഞാൻ പോകുന്ന സമയത്ത് എല്ലാവരും കോളും എടുത്തിരുന്നു. പൊതുവെ ടെൻഷൻ ഒക്കെ ഉള്ള ആളാണോ ഭയങ്കരമായിട്ട്? കുറച്ചൊക്കെ. നമുക്കൊരു പണി, ആ ടെൻഷൻ മാറ്റാൻ ഒരു പാട്ട് പാടിയിട്ട് നമുക്ക് തിരിച്ചു വരാം. ഏതെങ്കിലും നല്ലൊരു. എനിക്ക് പക്ഷെ ആ ഫിനാലിന്റെ അന്ന് അധികം ടെൻഷൻ ഉണ്ടായിരുന്നില്ല, കുറവായിരുന്നു. അന്ന് ഫ്രീ ആയിരുന്നു. അതെന്താന്ന് പറഞ്ഞാൽ എനിക്ക് ഓഡിയൻസിനെ കണ്ടിട്ട് എന്തോ എനിക്ക് മറ്റ് നമ്മളെ ഫ്ലോറും കംഫർട്ടബിൾ ആണ്, പക്ഷെ അതിനേക്കാൾ കുറച്ച് ടെൻഷൻ കുറവായിരുന്നു ഫിനാലയുടെ. പിന്നെ എന്തായാലും എല്ലാവരും ഇപ്പം ഞാൻ ഇങ്ങനെ പറയുന്നതിനെക്കാട്ടിയും ഒരു 1000 ഇരട്ടി സപ്പോർട്ട് കൂടെ ഉള്ളവർ അവിടെ തന്നെ ഉള്ളവർ തരുന്നുണ്ടാവും. നമ്മളെല്ലാം കൂളാണ്. ഞാൻ അതിൽ പാടിയ പാട്ടുകൾ കൽബിലെത്തി മറ്റേ ആ സോങ്ങില്
അത് നമുക്ക് ഒരുപാട് പേർക്ക് ഞാൻ കമന്റുകളൊക്കെ ഇങ്ങനെ നോക്കാറുണ്ട്. ഒരുപാട് പേർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു സോങ് കൂടിയാണ്. അതൊന്നും ഒന്ന് പാടാം. കിഴക്ക് പൂക്കും മുരുക്കിനെന്തൊരു ചൊക ചൊകപ്പാടേ, ഹൈ പുതുക്ക് പെണ്ണിൻ കവിളിൽ എന്തൊരു തുട തുടപ്പാടേ, എനിക്കും നെഞ്ചിൻ കരിക്കുമായി പറന്നു വന്നൊരു മാരൻ, തുടിക്കും കണ്ണിൽ കനവുമായി തിരഞ്ഞു വന്നൊരു തോഴൻ, കൽബിലെത്തി 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 കൽബിലെത്തി. അടിപൊളി. ഓക്കെ, ഇനി ഇപ്പൊ നമ്മുടെ ഇനിയിപ്പോ സ്റ്റാർ സിംഗർ സീസൺ ഇപ്പൊ താൽക്കാലികമായി അവസാനിച്ചിരിക്കുകയാണ്. ബാക്ക് ടു നമ്മൾ വീണ്ടും ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു, ഇപ്പൊ അതിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളുണ്ടാവും. ഇപ്പൊ നമ്മൾ എന്താ പറയാ, അമിതമായിട്ട് ആഗ്രഹിച്ചാൽ കുന്നോളം ആഗ്രഹിച്ചാലേ കുന്നിക്കുരോളം കിട്ടും എന്ന് പറയുന്ന പോലെ ഇനി സിനിമയിൽ പാടണം ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അതിനുള്ള ആരെങ്കിലും കോണ്ടാക്റ്റുകൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ടോ? എനിക്കറിയില്ല. വരും, എന്തായാലും നിങ്ങളെയൊക്കെ തേടി എത്താറുണ്ട്, എത്തും എന്തായാലും. അതുപോലെ പാടുമ്പോ ശ്രീരാഗ് എപ്പോഴും ഞാൻ ഏറ്റവും ബെസ്റ്റ് സോങ്സ് ഒക്കെ എടുക്കുമ്പോൾ ശ്രീരാഗായിട്ടുള്ള കോമ്പോയിൽ പാടുന്ന പാട്ടുകളൊക്കെ ഭയങ്കരമായിട്ട് ആളുകൾ ഏറ്റെടുക്കുന്നുണ്ട്. ആളുകൾക്ക് ഇഷ്ടമായിരുന്നു. പേഴ്സണലി എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ശ്രീരാഗും അനുശ്രീയുടെ പാട്ടൊക്കെ. അപ്പൊ ശ്രീരാഗിന്റെ സപ്പോർട്ടും നന്നായിട്ടുണ്ടല്ലേ? നിങ്ങൾ ഒരുമിച്ച് പാടുമ്പോൾ ഒരു നല്ലൊരു കെമിസ്ട്രി വർക്കൗട്ട് ആയിരുന്നു. ശ്രീരാട്ടനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാരും ഡ്യൂറ്റ് പാടുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന സപ്പോർട്ട് നമുക്ക് അവിടെ വർക്ക് ആവാറുണ്ട്. ഓക്കെ, നമുക്ക് പാടുന്നതിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ കംഫർട്ട് എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റില്ല, എന്നാലും ഇത്തിരി കൂടി ഈസി ആരായിരുന്നു പെട്ടെന്ന് അവിടുന്ന് കണക്ട് ആവാൻ? ഓരോരുത്തരും കൂടെ പാടുമ്പോഴും ഓരോ എക്സ്പീരിയൻസ് അല്ലേ, പിന്നെ എല്ലാവരും നമ്മളെ അറിയുന്ന ആൾക്കാരാണ്. അപ്പൊ എന്തായാലും അവിടുന്ന് ഞാനാണെങ്കിലും എന്റെ രണ്ടുപേരും നന്നായിട്ട് പാടണം, ആ പാട്ടിനെ അത് ബാധിക്കാത്ത രീതിയിൽ രണ്ടുപേരും നന്നായിട്ട് പാടണം എന്ന് ആഗ്രഹം ഉണ്ടാവും. അങ്ങനെ തിരിച്ചും കിട്ടാറുണ്ട്. അപ്പൊ ആ സപ്പോർട്ട് ഫ്ലോറിൽ നിന്ന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടാറുണ്ട്. ഈ അനുശ്രീയുടെ ഇപ്പൊ ഈ ജീവിതത്തിലേക്കുള്ള അല്ലെങ്കിൽ ഇപ്പൊ ഈ സംഗീത ലോകത്തേക്കുള്ള ഒരു വളർച്ച, കലാപരമായിട്ടുള്ള വളർച്ചയ്ക്ക് ജീവിതത്തിൽ നമുക്ക് ഭയങ്കര പാട് ഇവിടെ എത്തിപ്പെടാൻ വേണ്ടി ഒരു ലക്കാണ് ചിലപ്പോ ഇതെല്ലാം കിട്ടുക എന്ന് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്ഷങ്ങളിൽ കോടികളിലെ ആളുകൾക്ക് കിട്ടുന്ന ഒരു ഭാഗ്യമാണ്. അപ്പൊ ഈ യാത്രയില് നമുക്ക് കുറച്ച് കഷ്ടപ്പാട് ഉണ്ടായിരുന്ന ഏരിയ, എനിക്ക് അവിടെ എത്താൻ അത്ര ഈസി അല്ല എന്ന് തോന്നിയിരിക്കുന്ന ഏരിയകൾ എവിടെയൊക്കെയായിരുന്നു? ഞാൻ പൊതുവെ അങ്ങനെ ആലോചിച്ചിട്ടില്ല, കഷ്ടപ്പാടുള്ള ഏരിയനെ പറ്റി അങ്ങനെ ചിന്തിച്ചിട്ടില്ല. നമ്മൾ അങ്ങ് ട്രൈ ചെയ്യാം മൊത്തത്തില്. നമ്മൾ പൊതുവെ ഫാമിലി അല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ഒരു സംഭവം. അപ്പൊ അതിലെനിക്ക് കഷ്ടപ്പാട് അങ്ങനെ തോന്നിയിട്ടില്ല. നമ്മുടെ ഹാർഡ് വർക്കിന്റെ റിസൾട്ട് ഉള്ളതുകൊണ്ട് ആ ഒരു കഷ്ടപ്പാട് തോന്നിയിട്ടില്ല. പിന്നെ പാരന്റ്സ് അത്രയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അവര് അങ്ങനെ വിഷമിക്കാൻ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കാൻ അങ്ങനെ തോന്നിക്കാറില്ല, അങ്ങനെ ഞങ്ങൾ ഫീൽ ചെയ്യിക്കാറില്ല എന്നെ അനിയത്തിനെ. ഓക്കെ, ഞാൻ ഇപ്പൊ ഫാമിലിയിലേക്ക് എങ്ങനെ വരാൻ നിൽക്കുകയായിരുന്നു. കാരണം ഇപ്പോ അച്ഛൻ്റെ ഇതൊക്കെ ഞാൻ കേൾക്കുമ്പോൾ അച്ഛനൊരു നാട്ടിൽ ഓട്ടോ ഓടിക്കുന്ന ഒരു പാവം ചേട്ടൻ. ഞാൻ ഇങ്ങനെ ഇന്റർവ്യൂലൊക്കെ കണ്ടപ്പോൾ അച്ഛൻ്റെ പല പരിപാടിക്കും അനുശ്രീയുടെ പരിപാടിക്കും മുമ്പിൽ നിൽക്കാറില്ല, ഏറ്റവും പുറകിലെ ആളുകളുടെ കൂടെ നിൽക്കാറുള്ളൂ. അച്ഛൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, ആ ഒരു വേദിയിലൊക്കെ എൻ്റെ മോൾക്ക് എത്താൻ പറ്റും, എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റാറില്ല, കാരണം എനിക്കിവിടെ എൻ്റെ ഈ ഓട്ടം മുടക്കിയിട്ട് എനിക്ക് യാത്ര ചെയ്യാൻ പറ്റാറില്ല, കാരണം എൻ്റെ മോള് എവിടെയാണെങ്കിലും നന്നായി പാടിയാൽ മതി. അത്രയും പ്രാർത്ഥിക്കുന്ന അച്ഛനും അമ്മയൊക്കെ ഉണ്ട്, അനിയത്തിയുണ്ട്. അച്ഛൻ്റെ സപ്പോർട്ടുകൾ എങ്ങനെയായിരുന്നു? അച്ഛൻ എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും രണ്ടുപേരും നമ്മള് എൻ്റെ അനിയത്തിൻ്റെയും കൂടെ ആണെങ്കിലും ഇപ്പൊ ഞാൻ ചെറുതാകുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ കലോത്സവത്തിന് പോകുന്നു, അപ്പൊ ഇവരുടെ പണിയെല്ലാം നിർത്തി ഞങ്ങൾ കൂടെ വരും. പിന്നെ എന്താ പറഞ്ഞ എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ നമ്മളെന്തെങ്കിലും നിർബന്ധിക്കാറില്ല. എനിക്ക് മ്യൂസിക് എടുക്കണം എന്ന് ഞാൻ പറഞ്ഞു, എൻ്റെ ഇഷ്ടം അതാണ്, ഞാൻ എനിക്കിഷ്ടമുള്ളത് പഠിക്കട്ടെ അങ്ങനെ ആഗ്രഹിച്ച് നമുക്ക് വേണ്ടി ജീവിക്കുകയാണ് അച്ഛനും അമ്മയും. അപ്പൊ അവരുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞെങ്കിൽ എനിക്കിങ്ങനെ പറയേണ്ട ഒരു ഇതല്ല. മനസ്സിലായി. ഓക്കെ, ഇപ്പൊ ഈ സ്റ്റാർ സിംഗർ വേദിയിലേക്ക് സെലക്ഷൻ കിട്ടിയെന്ന് അച്ഛനെ വിളിച്ചു പറഞ്ഞപ്പോ അച്ഛൻ ആദ്യം പറഞ്ഞ അച്ഛൻ സന്തോഷായി. അച്ഛൻ എല്ലാ ഫ്രണ്ട്സിന്റെ അടുത്തും എല്ലാവരുടെ അടുത്തും പറഞ്ഞു. ഇപ്പൊ നാട്ടിലെ സ്റ്റാർ അല്ലേ? കുഴപ്പമില്ല. നാട്ടില് പണ്ട് തന്നെ അവിടുന്ന് സപ്പോർട്ട് ഭയങ്കര സപ്പോർട്ടാ. എന്താവശ്യം ഉണ്ടെങ്കിലും നാട്ടില് അവരുടെ മക്കളെ പോലെയാണ് എന്നെയൊക്കെ കാണുന്നത്. അപ്പൊ അങ്ങനെ അവര് കൊണ്ട് നടക്കും. പിന്നെ ഈ ഇടയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ ഹോം ടൂർ ഉണ്ടായിരുന്നു,
ഞാൻ എൻ്റെ വീട്ടിലെ ഒരു കാര്യം ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, എല്ലാവരും നാട്ടുകാർ വന്ന് ചെയ്തു തന്നു. ഓ, നാട്ടുകാരെല്ലാരും കൂടിയായിരുന്നു. ആ, നമ്മളൊന്നും പറയാതെ തന്നെ എല്ലാവരും വരും. അപ്പൊ ഭയങ്കര സന്തോഷാ അവര് ശരിക്കും കിട്ടുന്നൊരു. വീട്ടിലിങ്ങനെ ഒരു ഇങ്ങനെ സ്റ്റാർ സിംഗറിൽ നിന്ന് ഇത്രയും പിള്ളേര് വരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ തന്നെ അന്ന് ഞങ്ങൾ കൂടാന്ന് പറഞ്ഞ എല്ലാവരും അയൽവക്കത്തുള്ളവരും. അതായത് എല്ലാ അതിന്റെ മുന്നേ ഉള്ള കാര്യങ്ങൾ ഇപ്പൊ നമുക്ക് അവർക്ക് വരുമ്പോ കൊടുക്കേണ്ട കാര്യങ്ങളും എല്ലാം അവരെന്നെ അറേഞ്ച് ചെയ്തു. ഓ, നമ്മളൊന്നും അറിഞ്ഞില്ല. ഇത്രയും സപ്പോർട്ടാണ്. പിന്നെ ഈ നാടെന്ന് പറയുമ്പോ ഇപ്പൊ എന്തോ കൊളവയൽ കൊളവയൽ ഇപ്പൊ സ്കൂളിംഗ് ഒക്കെ അവിടെ തന്നെയായിരുന്നു. ഞാൻ LP 4 വരെ അവിടെയായിരുന്നു. പിന്നെ കാക്കവയൽ എന്ന് പറഞ്ഞ കുറച്ച് അപ്പുറത്തൊരു അവിടെയാണ് ഞാൻ +2 വരെ പഠിച്ചത്, 5 മുതൽ. ശരി ശരി. അപ്പൊ അനിയത്തിയും അവിടെ തന്നെ പഠിക്കുന്നത്. അനിയത്തി അവിടെ തന്നെ പഠിക്കുന്നത്. ഈ നാട്ടിൽ ഇതുപോലെ ഫ്ലെക്സും പരിപാടികളൊക്കെ നാട്ടുകാരെല്ലാവരും, അത് പറയേണ്ട ആവശ്യമില്ല, ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന നാട്ടുകാരാണെങ്കിൽ എല്ലാം. അവിടുന്ന് എനിക്ക് എല്ലാ സമയത്തും എനിക്ക് ഭയങ്കര ഭാഗ്യമാണ് അവിടെ ജീവിക്കുന്നത്. കാരണം അവിടുന്ന് എപ്പോഴും നാട്ടിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് വേറെ തന്നെയാണ്. വയനാട് കൊളവയിലുള്ള നാട്ടുകാരെ കുറിച്ച് ഈ പറയുന്നത്, ഇത്രയും സ്നേഹമുള്ള നാട്ടുകാരാണ് കൊളവയിലുള്ളത്. എന്തായാലും പറ്റിയെങ്കിൽ ഞങ്ങൾ ഒരു ദിവസം അങ്ങോട്ട് വരുന്നുണ്ട്. എല്ലാവരും ഇവരൊക്കെ ഒന്ന് നേരിട്ട് കാണണം. കാരണം ഒരു കലാകാരിനെ ഇത്രയും രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ഞങ്ങൾക്ക് ഒന്ന് കാണണം. ഞങ്ങൾ ഒരു ദിവസം എന്തായാലും വരും. ഓക്കെ. അപ്പൊ അതേപോലെ ഇപ്പൊ അനിയത്തി എന്താ ചെയ്യുന്നത്? അനിയത്തി ഇപ്പൊ +1. ഇതേപോലെ കലാപരമായിട്ട് എന്താണ് അനിയത്തിക്ക് കഴിവുകൾ? പഠിക്കുന്നുണ്ട്, പാട്ടിന് കലോത്സവത്തിനൊക്കെ പോകുന്നുണ്ട്. ഉണ്ട് ചേച്ചി, പുറകെ ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ, കലോത്സവത്തിനൊക്കെ പോകുന്നുണ്ട്. അച്ഛൻ പാട്ട് പാടും അല്ലെ? വീട്ടിൽ അങ്ങനെ പാടുന്നൊക്കെ കേൾക്കാറുണ്ട് വീട്ടില്. വിസിലടിച്ച് പാട്ട് പാടും. ഞാനത് കണ്ടായിരുന്നു, നമ്മൾ അന്ന് ഷോയിലുണ്ടായിരുന്നല്ലോ. അതേപോലെ തന്നെ അച്ഛൻ പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു, നമ്മള് ഒരു വലിയൊരു നിലയിലേക്ക് എത്തിക്കഴിയുമ്പോ, അല്ലെങ്കിൽ മോള് അനുശ്രീ ഈ ഒരു നിലയിലെത്തുമ്പോൾ ഇത് കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. അച്ഛന്റെ ചേട്ടൻ, അച്ഛൻ, അവരൊന്നും ഇപ്പൊ കൂടെ ഇല്ലാന്ന് പറഞ്ഞു. അത് അച്ഛന് ഭയങ്കര ഒരു വിഷമമുണ്ട്. എനിക്കും ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. അച്ഛനൊക്കെ ഞാൻ ചെറുതാകുമ്പോ പാടണം, അച്ഛന് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അമ്മയൊക്കെ പറയുന്ന കേൾക്കാറുണ്ട്, ഇങ്ങനെ എറണാകുളത്ത് ഷോസ് ഒക്കെ ഉണ്ടാവില്ലേ, അപ്പൊ അവിടുന്ന് പണിയൊക്കെ ലീവാക്കി കാണാൻ വേണ്ടി വരും. പാട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ പാടുന്ന അറിഞ്ഞിട്ടില്ലായിരുന്നു. ഞാൻ 1ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് അച്ഛൻ മരിക്കുന്നത്. അപ്പൊ ഞാൻ പാടുന്ന അച്ഛൻ അറിഞ്ഞില്ല. വല്യച്ഛനാണെങ്കിൽ കുറച്ച് തലയൊക്കെ കുറച്ച് വലുതായിട്ട് അങ്ങനെ ഒരു കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരാളായിരുന്നു. പക്ഷെ പാട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. പാട്ട് കേട്ടിട്ട് എന്റെ BGM വരുമ്പോ ഒക്കെ തന്നെ ഇതാ ഈ പാട്ടാണെന്ന് പറയുന്ന ആളായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ പാടുന്നത് അവർക്ക് രണ്ടുപേർക്കും കാണാൻ പറ്റിയിട്ടില്ല. അവരൊക്കെ എവിടെ ഇരുന്ന് ഇത് കാണുന്നുണ്ട്. ഇനിയിപ്പോ അതുപോലെ തന്നെ ഈ പരിപാടികൾക്കൊക്കെ പോകുമ്പോ ഒരു അച്ഛൻ കൂടെ വണ്ടി എടുത്തിട്ട് തന്നെ വരാറുണ്ട്. ഞങ്ങള് എന്റെ ഷോസിന് ഒരു ദിവസം പാലക്കാട് ഒരു ഷോ വന്നപ്പോ ഞങ്ങൾ ഓട്ടോ കൊണ്ടുപോയിട്ടുണ്ട്. എല്ലാരും കൂടി പോവാറുണ്ട്. ഒരു ഫാമിലി ടൂർ പോലെ തന്നെ പ്ലാൻ ചെയ്ത് അങ്ങനെ. ഇപ്പൊ അച്ഛന് ഇനിയിപ്പോ വരുന്ന ഇനി ഇഷ്ടം പോലെ നാട്ടിൽ പോയായിരുന്നോ ഇത് കഴിഞ്ഞതിന് ശേഷം? പോയിട്ടില്ല, കോളേജ് ഉണ്ടല്ലോ ഇവിടെ, മഹാരാജാസിലാണ് പഠിക്കുന്നത്. അപ്പൊ നാട്ടിൽ പോകാനുള്ള ഒരു സമയം കിട്ടിയിട്ടില്ല. ഇനിയിപ്പോ നാട്ടിൽ അപ്പൊ എന്തായാലും ഒരു പരിപാടി അവിടെ പ്ലാൻ ചെയ്യണ്ടാവും എല്ലാവരും. എന്നാണ് ഈ നാട്ടിലേക്ക് എന്നാ പോകുന്നത്? എനിക്ക് അറിയില്ല എപ്പോഴായിരിക്കും. ഒരു ഡേറ്റ് ഞങ്ങൾ ഇതിൽ കൂടെ വേണമെങ്കിൽ പറയണോ? ഇന്ന ദിവസം വരുന്നുണ്ട് ഞാൻ. ഓക്കെ. അപ്പൊ എന്തായാലും വളരെ സന്തോഷമുണ്ട്. കാരണം ഇതേപോലെ എന്താ പറയാ, ഇതേപോലുള്ള വേദികൾ ഇനിയും ഒരുപാട് കീഴടക്കട്ടെ. എന്താ പറയുക, ചെറുപ്പം മുതൽ ഇപ്പൊ പാട്ട് പഠിക്കാനും എന്താ പറയാ സാറിന്റെ സപ്പോർട്ട് ഉണ്ടായെന്ന് പറഞ്ഞില്ലേ, അവിടുന്ന് തുടങ്ങി അത് നല്ല നമുക്കൊരു കഴിവ് നമ്മളിൽ ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ നമ്മൾ യൂസ് ചെയ്യണം. ഹാർഡ് വർക്ക് ചെയ്താലേ നമ്മൾ എവിടെ എത്തുള്ളൂ എന്ന് പറയുന്നത്. ആ ഹാർഡ് വർക്ക് ഇപ്പൊ ജീവിത ശൈലിയും സിറ്റുവേഷനും എല്ലാം നോക്കുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ അനുശ്രീ എടുത്തിട്ടുണ്ട്. ഒരുപാട് അത് നമുക്ക് എല്ലാവർക്കും അത് മനസ്സിലാവും. അത് നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടാണ് ഇപ്പൊ ഇവിടെ എത്തിയേക്കുന്നത്. അപ്പൊ എന്തായാലും ഇനിയും ഒരുപാട് കടമ്പ കിടക്കുന്നുണ്ട്, അതിലേക്ക് എത്തണം. അപ്പൊ നമുക്ക് അതിനു മുമ്പ് അനുശ്രീക്ക് ഏറ്റവും ഇപ്പൊ പാടിയതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നുന്ന ഒരു സോങ് ഏതാണ്? എനിക്കിപ്പോ അവിടെ പാടിയതില് 7 സ്വരങ്ങൾക്ക് ഞാനില്ലേ സമ്മർ വെക്കേഷൻ ഇതൊരു ബ്രേക്ക് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഞാൻ വേറെ ജോണേഴ്സ് ഒക്കെ ട്രൈ ചെയ്യാൻ തുടങ്ങി. ആ ഒരു സമയത്ത് അത് മെന്റേഴ്സ് കുറെ ഹെൽപ്പ് ചെയ്തിരുന്നു. എനിക്കിപ്പോ ബ്രീത്തിന്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ കുറെ ബ്രീത്തിങ് എക്സസൈസുകൾ, വേറെ പാട്ടുകളൊക്കെ പഠിക്കാൻ തന്നു എല്ലാവർക്കും. നമ്മളെല്ലാവർക്കും ആ ബ്രേക്കിന്റെ സമയത്ത് ശരിക്കും നല്ലൊരു അത് ഹെൽപ്പ് ചെയ്തു എന്ന് പറയാം ആ ബ്രേക്ക് നമുക്ക് എല്ലാവർക്കും. അപ്പൊ അതിനുശേഷമാണ് ഞാൻ വേറെ ജോണേഴ്സ് ഒക്കെ ട്രൈ ചെയ്യുന്നത്. സെമി ക്ലാസിക്കല് 7 സ്വരങ്ങൾക്ക് എന്ന് പറഞ്ഞൊരു പാട്ട് പാടി. അതെനിക്ക് കുറച്ച് കുഴപ്പമില്ലായിരുന്നു അത് പാടാം. ഇത് പറയുന്നില്ല ഇനി മൊത്തത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇപ്പോ ലാംഗ്വേജ് സെലക്ട് ചെയ്യുമ്പോ ഇപ്പോ
ക്ലാസിക് അല്ലെങ്കിൽ ഇപ്പൊ തമിഴ്, ഹിന്ദി ഇതൊക്കെ ഈസി മലയാളം എങ്ങനെയാണ്? എനിക്കത് അറിയില്ല. എനിക്ക് പാട്ട് ബേസിക്കലി അറിയില്ല, അതുകൊണ്ട് ചോദിക്കുന്നത്. ഇതൊക്കെ പാടാൻ സെലക്ഷൻ അങ്ങനെയുണ്ടോ? എനിക്ക് മലയാളം പാട്ടാണ് ഇത്തിരി കൂടി കംഫർട്ട്, അല്ലെങ്കിൽ തമിഴാണ്, അങ്ങനെയൊക്കെ ഉണ്ടോ? മലയാളം പാട്ടായിരിക്കും എനിക്ക് കുറച്ചുകൂടെ കാരണം നമുക്കതിന് മീനിങ് ഒക്കെ അറിയാലോ. പക്ഷെ അവിടെ എന്താന്ന് വെച്ചാൽ ഹിന്ദി തമിഴൊക്കെ എടുക്കുന്ന സമയത്ത് അതിന്റെ മീനിങ്ങും പറഞ്ഞു തരും, എങ്ങനെ പ്രൊനൗൺസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തരും വെൻഡേഴ്സ്. അപ്പൊ അത് കുറച്ചുകൂടെ പിന്നെ കേട്ട് പഠിക്കുമ്പം അത് ഓക്കെയാണ്. പക്ഷെ എന്നാലും കൂടുതൽ അറിഞ്ഞു പാടുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ അതാണ്. പക്ഷെ ഇവിടുന്ന് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. വേറെ ജോണർ വരുമ്പോ അല്ലെങ്കിൽ വേറെ ലാംഗ്വേജ് വരുമ്പോ ഹെൽപ്പ് ചെയ്യും വെൻഡേഴ്സ് എല്ലാവരും. അവരെല്ലാരും കൂടി നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും. ഇപ്പൊ ഹിന്ദിയും ഇപ്പൊ അതുപോലെ തന്നെ തമിഴൊക്കെ പാടുമ്പോ ഇവരുടെ എല്ലാവരുടെയും ഇത് ഈ പറഞ്ഞ പോലെ ക്ലിയർ ചെയ്ത് തരുന്ന പറയുന്നില്ലേ, അതിനൊരു ടീം നമുക്ക് അവിടെ ഉണ്ട്. ഈ മെന്റേഴ്സ് തന്നെ 10 പേര് പാട്ട് ശരിയാക്കും, അതുപോലെ തന്നെ നമ്മളെ വേർഡ്സ് പറയുന്നത് നോക്കും, സെപ്പറേറ്റ് എല്ലാം. അതായത് നമ്മളൊരു 4 ദിവസം ഗ്രൂമിങ് ഉണ്ടെങ്കിൽ 4 ദിവസവും നമ്മൾ പാടുന്നുണ്ട്. ഫസ്റ്റ് ഡേ നമുക്ക് കറക്ഷൻ തന്നെ, സെക്കൻഡ് ഡേ അത് മാറിയോ നോക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് പേഴ്സണലായിട്ട് ഓരോ ടീച്ചേഴ്സ് ഉണ്ട്, അവരടുത്ത് പാടിക്കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഇതിന്റെ ബാക്കിൽ ഇത്ര വലിയൊരു പ്രോസസ് നടക്കുന്നുണ്ടല്ലേ? ഓ ശരി. ഇപ്പൊ ഈ ചിത്ര ചേച്ചി ഇവരെല്ലാരും കൂടി ഇപ്പൊ ഈ ഷൂട്ട് നടക്കുന്ന ടൈം അല്ലാതെ നിങ്ങൾക്ക് അവരായിട്ട് സംസാരിക്കാനുള്ള ഒരു ടൈം ഒക്കെ നമുക്ക് കിട്ടാറുണ്ടോ? നമ്മൾ ചിത്രമ്മയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു, വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ടെലിവിഷൻ അവാർഡ്സിന് ട്രിവാൻഡ്രം പോയ സമയത്ത്. അപ്പോ ആ സമയത്തൊക്കെ ചിത്രാമ്മ ഭയങ്കര നമ്മളെ മക്കളെ പോലെ അങ്ങനെയൊക്കെ വീട്ടിൽ കയറുന്നു. ചിത്രാമ്മ നമുക്ക് ഫുഡൊക്കെ വിളമ്പി തരുന്നു. അപ്പൊ മോളെ ഇങ്ങോട്ടൊന്ന് മാറുമോ നോക്കിയപ്പോ ചിത്രാമ്മ അങ്ങനെ പറയുമ്പോഴേ നമുക്കത് നടക്കുന്നതാണോ എന്നുള്ളൊരു സംഭവം. എപ്പോഴും ചിരിച്ചോണ്ടിരിക്കുന്ന മുഖം ചിത്രാമ്മയുടെ കാണുന്നത്. ഒരുപാട് ലൈഫിൽ ഒരിക്കലും കിട്ടില്ല എന്ന് വിചാരിച്ചത് അല്ലെങ്കിൽ പ്രതീക്ഷിക്കാതെ ഒരുപാട് നല്ല നല്ല അനുഭവങ്ങൾ കിട്ടിയല്ലേ? ഉറപ്പാണ്. ഞാൻ ചിത്രാമ്മനെയൊക്കെ ദൂരെ നിന്ന് കണ്ടാൽ മതി എന്ന് ആഗ്രഹിച്ചിരുന്ന ആളായിരുന്നു. ചിത്രാമ്മയുടെ മുമ്പിൽ എത്ര പാട്ട് പാടി എന്റെ പേര് വിളിക്കുന്നു. നമ്മളൊക്കെ ഒരു ദിവസം പറഞ്ഞിരുന്നു ഞങ്ങൾ ഫ്ലോറിൽ വെച്ച്, നിങ്ങളൊക്കെ ഞാൻ ഇടയ്ക്ക് സ്വപ്നം കാണാറുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞു. ഉറക്കത്തിൽ നിങ്ങളൊക്കെ സ്വപ്നങ്ങളിൽ വരാറുണ്ട് മക്കളെ എന്ന് പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷമായി. നമ്മളങ്ങനെ ഓർക്കുന്നുണ്ടല്ലോ എന്നുള്ളത്. അതുപോലെ തന്നെ സിത്താരേച്ചിയും വിധിച്ചേട്ടനും നമ്മൾ സിത്താരേച്ചിയുടെ വീട്ടിലൊക്കെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇടയ്ക്കിടയ്ക്കില്ല പോയിട്ടുണ്ടായിരുന്നു. എന്നോട് ഞാൻ ഫസ്റ്റ് ആരോ പാടുന്നത് വരെ, പിന്നെ എന്നിട്ടും നീ എന്നെ എന്ന് പറഞ്ഞ പാട്ട് പാടി. അപ്പൊ അത് ജാനകി അമ്മയുടെ പാട്ടായിരുന്നു. അപ്പൊ ജാനകി അമ്മയുടെ പാട്ട് കുറച്ച് കൂടുതൽ ചേരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ അതെ, സൗണ്ടിൽ ഒരു മാച്ച് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ജാനകി അമ്മയുടെ ഒരു പാട്ട് ഒരു പാട്ട് ഇൻപൂവേ. ഓക്കെ. ആറ്റാനും മാറ്റാനും ഞാനില്ലേ എൻ പൂവേ പൊൻപൂവേ ആരീരാരം പൂവേ കനവും നീ ഇനവും നീ വായോ വായോ വാവേ ഉണ്ണിക്കണ്ണായെന്നെന്നും ഉണ്ണിക്കണ്ണായെന്നെന്നും നിന്നെ കൂടാതില്ല ഞാൻ കുഞ്ഞാവേ. ഓ എൻ പൂവേ പൊൻപൂവേ ആരീരാരം പൂവേ കനവും നീ ഇനവും നീ വായോ വായോ വാവേ. എന്റെ ദൈവമേ, നമ്മളെ എന്താ പറയാ, വിത്തൗട്ട് ഓർക്കസ്ട്രയില് ലൈവായിട്ട് ഇങ്ങനെ ഇത്രയും ഒരു ഫീല് രക്ഷയില്ല, തകർത്തു. നമുക്ക് ഇതൊക്കെ പാടുമ്പോൾ നമുക്ക് പല പല ഇമോഷണൽ കാര്യങ്ങളും കണക്ട് ആയി വന്നുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടി പറയുകയാണ്. വയനാട്ടിലൊരു വലിയൊരു ദുരന്തം നടന്നു. നമുക്കൊരു ഒട്ടും പ്രതീക്ഷിക്കാതെ ഉണ്ടായിരുന്ന സംഭവങ്ങളാണല്ലോ, പ്രകൃതി തരുന്നതാണ് ഇതെല്ലാം. അപ്പൊ നമ്മുടെ നാട്ടിലാണ്, വയനാട്ടിലെ സ്വന്തം നാട്ടിലാണ്. അപ്പോ ആ ടൈമില് ഈ നമ്മുടെ ഈ സ്റ്റാർ സിംഗറിന്റെ ഒരു ടൈമാണ്, അതിൽ നിൽക്കുന്ന ടൈമാണ്.
അത് എങ്ങനെയാണ് അറിഞ്ഞത് എങ്ങനെയാണ് ഇങ്ങനൊരു സംഭവം നാട്ടിൽ നടന്നു? ഞാൻ ഈ സമയത്ത് ഹോസ്റ്റലിലായിരുന്നു. അപ്പോൾ ന്യൂസ് അങ്ങനെ കണ്ടില്ല. ഞാൻ എണീറ്റ സമയത്ത് നമ്മുടെ ഷോ ഡയറക്ടർ സർഗോ സാർ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, അനുശ്രീ ഓക്കെ അല്ലേ അവിടെ എന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിന്ന് അറിയുന്നത്. വീട്ടിലേക്ക് വിളിച്ചപ്പം അമ്മ പറഞ്ഞു അവിടെ കുഴപ്പമൊന്നുമില്ല, പക്ഷേ മരണസംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് ഇവിടേക്ക്. എന്നാലും കുറേ ആളുകൾ രാത്രി കിടന്നുറങ്ങി എണീക്കുന്ന സമയത്തൊരു സ്ഥലം മുഴുവൻ ഇല്ലാതായി. അപ്പോൾ ഓക്കെയാണെന്നൊന്നും പറഞ്ഞ് സമാധാനിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനായിരുന്നു. നമ്മളെ വയനാട് നമ്മളെ വീട് മാത്രമല്ല, കേരളം മൊത്തം ഷോക്കായി. അതൊന്ന് ഇതുവരെ അത് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടില്ല. എന്തായാലും ഇപ്പൊ നമ്മളൊക്കെ അത്രയും ഷോക്കായെങ്കിൽ ഇപ്പൊ അനുശ്രീനെ സംബന്ധിച്ചിടത്തോളം വയനാട്ടിൽ ഒരു അപകടം ഉണ്ടായെന്ന് ആദ്യം കേൾക്കുക. അപ്പൊ എന്തായാലും നല്ല ടെൻഷനായിട്ടുണ്ടാവും ആ ഒരു സമയത്ത്. പരിചയമുള്ള ആരെങ്കിലും ആ ഒരു അപകടത്തിൽ പെട്ടിട്ടുണ്ടോ? അമ്മയുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ, അപ്പൊ അവരൊക്കെ പോയി അങ്ങനെ. അതല്ലേ, ഓക്കെ ഓക്കെ ഓക്കെ. ഇതിപ്പോ എന്താ പറയാ, ഒരു വലിയൊരു സംഭവം തന്നെ. കാരണം ഇതൊന്നും നമുക്കൊന്നും തടയാൻ പറ്റില്ല. എന്താ ഉണ്ടാവുന്ന ഇപ്പൊ അടുത്ത ദിവസം ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ. അപ്പൊ അത് ഒരു പാട്ട് വേദിയിൽ പാടിയപ്പോ എല്ലാവരും സ്റ്റക്കായി പോയിരുന്നു. ഈ വയനാട് ആ ഇൻസിഡന്റും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മളൊരു പാട്ട് പാടിയിരുന്നത്. അപ്പൊ ചിത്ര ചേച്ചിയൊക്കെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇത് എല്ലാവരുടെയും ഞങ്ങളുടെയും കണ്ണീരാണ്, നമ്മളെല്ലാവരും കണ്ണീരൊഴുക്കാനേ വഴിയുള്ളൂ, വേറെ നമുക്കൊന്നും ചെയ്യാനില്ല. അതൊക്കെ ഇത് കഴിഞ്ഞിട്ടുള്ള ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആയിരുന്നു. അപ്പൊ നമുക്ക് റെട്രോ റൗണ്ട് ആയിരുന്നു. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ എനിക്ക് അങ്ങനെ ഒരു പാട്ട് പാടാൻ തോന്നിയില്ല. അപ്പോൾ മെന്റേഴ്സും ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ടായിരുന്നു ഈ പാട്ട് പെട്ടെന്നായിരുന്നു മാറ്റിയത്. നമ്മൾ പ്ലാൻ ചെയ്ത പാട്ട് എൻ്റെ മനസ്സിലൊരു നാണം എന്ന് പറഞ്ഞ പാട്ടായിരുന്നു. അപ്പോൾ അത് മാറ്റാന്ന് പറഞ്ഞപ്പോൾ മെന്റേഴ്സും സാറും സർഗോ സാറും ഒക്കെ കൂടെ നിന്ന് നോക്കി ഇത് പാടാനുള്ള ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും അത് അങ്ങനെയൊന്നും ഇല്ലാണ്ടിരിക്കട്ടെ. ഓക്കെ, അപ്പൊ എന്തായാലും ഇപ്പൊ ഈ വരുന്ന പാട്ടുകൾ ഇപ്പൊ ഒരുപാട്, ഞാൻ ശ്രീരാഗിന്റെ പാട്ടുകൾ ഇതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരുപാട് നല്ല നല്ല പാട്ട്. ഇപ്പൊ എന്റെ മനസ്സിലൊരു നാണം അത് പിന്നെ പാടിയായിരുന്നു? അത് പാടിയില്ല. അത് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പാടാമോ? ഓക്കെ. എന്റെ മനസ്സിലൊരു നാണം, ഓ എന്റെ മനസ്സിലൊരു നാണം, തീലിത്തൂവൽ പൂവുന്നുള്ളേ പ്രേമലോലനീ വഴിവരവായി, എന്റെ മനസ്സിലൊരു നാണം, ഓ എന്റെ മനസ്സിലൊരു നാണം. ഓക്കെ, എന്തായാലും വളരെ സന്തോഷം. എന്തായാലും അനുശ്രീ, എന്തായാലും ഇപ്പൊ ഇങ്ങനെ നമുക്കൊരു വേദിയിൽ കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട്, എന്നും ഒരുപാട് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. പ്രതീക്ഷിക്കാതെ ഓരോ വിജയക്കൊടിമുടികൾ അറിയാതെ തന്നെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവും. വയനാട് കൊളവയിൽ ഇനി ഈ ഒരു കലാകാരിയുടെ പേരിൽ അറിയപ്പെടട്ടെ കേട്ടോ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ. നമ്മുടെ ഈ ഫ്ലോറിൽ ഈ തിരക്കിന്റെ ഇടയിൽ വന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു.